എന്തോന്ന് കണക്ക് എഴുതാൻ തീരണില്ലല്ലേ. എന്താ സിനിമയ്ക്ക് വേണമെന്നാ? നല്ല പടം. ഇവിടെ പോടാ, ഇവിടെ 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 തിരക്ക്, ഇവിടെ എഴുതിയിട്ട് കണക്ക് തീരുന്നില്ല. അല്ല സിനിമ നീ പോയി ഒറ്റയ്ക്കാണ് പോ. ആ ശരി ശരി വശി പടാ, സിനിമ കാണാൻ പോണം. അവനേക്ക് നീ ഇതുവരെയും കളഞ്ഞില്ലടേ, ഇവരും കൊണ്ട് കിടക്കുക തന്നെ. എനിക്ക് പോകണം, അവൻ കട്ടയ്ക്ക് കൂടാക്കിക്കൊണ്ട് അവിടെ സൈറ്റിൽ പണി കിടക്കണ്. ഓ അങ്ങനെയാണ്. അണ്ണാ അവനാണ് ഇപ്പോഴത്തെ എഞ്ചിനീയർ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളെ കൈയാളല്ലേ അവൻ. ആ പക്ഷേ നമുക്ക് ഒരു കണക്കിന് അവന് ഈ വെള്ളമടി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല, കള്ളത്തനും ഇല്ല. ഒരു കണക്കിന് അവൻ നല്ലവനാണ്. ആ ആമ്പളരായ അങ്ങനെ ഇരിക്കണം. ചിലവരുണ്ട് ആയ കാര്യം നന്നായിട്ട് വെള്ളം അടിച്ച് കൂമ്പൊക്കെ പാടും, അവസാനം വന്ധ്യ വയോധികനായിട്ട് ഞെളിഞ്ഞിങ്ങനെ ഇരിക്കും. നീ ആരെ കാര്യം പറഞ്ഞു? എനിക്കറിയില്ല അച്ഛാ. അപ്പൂപ്പനെ വെറുതെ പറയണ്ടാ, അപ്പൂപ്പനെ ഇപ്പൊ പനിനീർപ്പൂ പോലെ പരിശുദ്ധമാണ്. അയ്യോ ആ അപ്പൂപ്പനുണ്ടോ അവിടെ? ആ ഉണ്ട്. ശങ്കരണ്ടാ, ഓ എന്തോക്കളാ മീൻകറി എങ്ങനെയാണോ, മുളകിട്ട് വെക്കണോ അല്ലെ തേങ്ങ മുളക് അരച്ച് വെക്കണോ? മക്കളെ നീ എങ്ങനെ വെച്ചാലും നന്നായിരിക്കും, നീന്റെ ഇഷ്ടത്തിന് വൈ. പക്ഷെ എന്റെ പൊന്നുണ്ടോ ഇങ്ങനെ നിർത്തി പൊക്കല്ല, ഇപ്പോഴേ പറഞ്ഞ വലിയ പാചകറാണിയാണ്. അയ്യോ അയ്യോ, സ്വയം പൊക്കി പറയണ ആരാന്ന് നമുക്കറിയാം. അണ്ടാ ഇവിടെ ഒരാളുണ്ട് ലോകത്തില്, അത് ഭൂമി മലയാളത്തിലെ ഏറ്റവും വലിയ ഷെഫാണെന്നും പറഞ്ഞ നടക്കാ പുള്ളി. നീ അടക്കളോടെ ചെന്നാണ് തച്ചുകൊടുത്ത് വന്നേക്കാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി. പൗള് അപ്പൂപ്പ, അപ്പൂപ്പനറിയോ കുഴിപ്പടത്തെ അമ്മയില്ലേ അടിപൊളിയായിട്ട് മീൻകറി വെക്കും, പ്രത്യേകിച്ച് തലക്കറി. ഞാൻ അച്ഛനൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്, ചോദിച്ചു നോക്ക്. ഓ അവിടെയും പോയി നക്കിയാവേ. നിങ്ങൾ പറഞ്ഞത് നക്കിയാന്ന് ഇത് അവിടെ പോയി തിന്നാനാണ് മനസ്സിലായി. ആരാ ഭാഷകളെ കൊണ്ട് അപ്പൂപ്പ അപ്പൂപ്പന ഒരു ദിവസം കുഴിപ്പടത്തോണ്ട് പോട്ടാ, നമുക്ക് രാവിലെ പോയിട്ടേ നമുക്ക് വൈകുന്നേരം എന്താടാ നീ നാശം കാണിക്കുന്നത്? മക്കളെ നമുക്കൊരു ദിവസം പോവാം മക്കളെ, കേട്ടാ? അവിടെ പോയി അടിച്ചിട്ടൊക്കെ വരാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, അമ്മൂമ്മ റെഡി ആയിട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാ. കുഴിപ്പള്ളത്തെ മാഹാത്മ്യം വിളമ്പിക്കൊണ്ടിരിക്കേണ്ട അടുക്കളയിലേക്ക് വാവിച്ചാവുന്ന്. ഒരു കാര്യം പറയാൻ സമ്മതിക്കരുത് കേട്ടാ. അമ്മോന്നില്ലേ ബാ. ഞാൻ വരുന്നില്ല. ജോലിയെല്ലാം ചെയ്യൂ, പിന്നെ നന്നായിട്ട് പാചകം ചെയ്യും. പിന്നെ മക്കള് പോണാ? ശരി മക്കളെ പോയിട്ട് വാ. മിടിക്കാണ് കേട്ടോ, നല്ല മിടിക്കാണ്. തന്നെ അവസാനം തന്നത് ദൈവം അറിഞ്ഞു തന്നെ. തന്നടേ, നമ്മളാരും പാവികളല്ലല്ലേ, അതുകൊണ്ട് ദൈവം അറിഞ്ഞ് തന്നതാണ്. എന്നാ ഇപ്പൊ കഴിപ്പൊന്നുമില്ലേ? ഞാൻ 1-2 കൊല്ലമായിടെ കഴിച്ചിട്ട്. 1-2 കൊല്ലമായ? ഓ കഴിക്കണം തോന്നിയേ എന്തെങ്ങനെ പിടിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നി അങ്ങ് പിടിച്ചേന്. ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ. ആവെങ്കിൽ കഴിക്കാല്ലേ. അല്ലേ, ഞാൻ നിർത്തിയത് ഇനി അതിൽ തൊടൂല ഞാൻ. നന്നായി. എവിടെ പോണത്? അടുക്കളായിട്ടൊന്നും പോട്ടടാ. അയ്യോ പറഞ്ഞാൽ മനസ്സിലാവൂല എന്നെ.